Dear students, we are going to discuss about the next part of management of companies. In this part, we are discussing powers and duties of directors. Powers of directors. The board of directors have the following powers by means of resolution passed at the meeting of the board. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇനി പറയുന്ന ചില പവേഴ്സ് ഉണ്ട്. കമ്പനിയുടെ ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തുകൊണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള പവേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പവർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ ഇസ് ടു മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. ഷെയർസിൻ്റെ മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് അടക്കാത്ത ഇൻസ്റ്റോൾമെൻറ്റ് അല്ലെങ്കിൽ അടക്കാത്ത കോൾ വിളിക്കാനുള്ള പവർ ഡയറക്ടേഴ്സിനുണ്ട്. ഷെയർസിൻ്റെ മുകളിൽ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യാത്ത ഇൻസ്റ്റോൾമെൻറ്റ് ഓഫ് ഷെയർ അല്ലെങ്കിൽ കോള് വിളിക്കാനുള്ള പവർ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പവർ ഓഫ് ഡയറക്ടേഴ്സ് ടു ഓതറൈസ് ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 68 പ്രകാരം ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് ചെയ്തത് ഓതറൈസ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബൈ ബാക്ക് ഓഫ് ഷെയർസ് കമ്പനി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഓതറൈസ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ തന്നെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതാണ്. അതായത് ഒരു കമ്പനിൻ്റെ ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് നടത്തിയത് അത് ഓതറൈസ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പവർ ഓഫ് ഡയറക്ടേഴ്സ് ടു ബോറോ മണി ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി. കമ്പനിക്ക് വേണ്ടി കടം വാങ്ങാൻ അല്ലെങ്കിൽ ഫണ്ട് കടം വാങ്ങാനുള്ള ഒരു അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡയറക്ടർ ടു ബോറോ മണി ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി. നെക്സ്റ്റ് പവർ ഓഫ് ഡയറക്ടർ ഇസ് ടു ഇൻവെസ്റ്റ് ഫണ്ട്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഫണ്ട്സ് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. ടു ഇൻവെസ്റ്റ് ദ ഫണ്ട്സ് ഓഫ് ദി കമ്പനി. And next power of director is to grant loans or provide guarantee. കമ്പനി ലോൺ കൊടുക്കുക അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള അധികാരം ഡയറക്ടേഴ്സിനാണ്. അതായത് കമ്പനിക്ക് വേണ്ടി ലോൺ കൊടുക്കാനോ ലോൺ ലെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാനോ ഡയറക്ടേഴ്സിന് അധികാരമുണ്ട്. ടു ഗ്രാൻഡ് ലോൺസ് ഓർ പ്രൊവൈഡ് ഗ്യാരണ്ടി. നെക്സ്റ്റ് പവർ ഓഫ് ഡയറക്ടർ ഇസ് ടു അപ്രൂവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദി ബോർഡ്സ് റിപ്പോർട്ട്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അപ്രൂവ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. ദ ഡയറക്ടേഴ്സ് പവർ ടു അപ്രൂവ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദി ബോർഡ്സ് റിപ്പോർട്ട്സ്. നെക്സ്റ്റ് പവർ ഓഫ് ഡയറക്ടർ ഇസ് ടു ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനോ ഉള്ള പവർ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പവർ ഇസ് ടു അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ ഓർ റീകൺസ്ട്രക്ഷൻ. അതായത് കമ്പനി അമാൽഗമേറ്റ് ചെയ്യുകയോ മെർജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനി റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാനുള്ള പവേഴ്സ് ഡയറക്ടേഴ്സിനുണ്ട്. ഡയറക്ടേഴ്സ് പവർ ടു അപ്രൂവ് അമാൽഗമേഷൻ, മെർജർ ഓർ റീകൺസ്ട്രക്ഷൻ. നെക്സ്റ്റ് പവർ ഇസ് ടു ടേക്ക് ഓവർ എ കമ്പനി. ഒരു കമ്പനി വേറൊരു കമ്പനിയെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അക്വയർ ചെയ്യാനോ ഉള്ള പവർ ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് എനി അതർ മാറ്റർ വിച്ച് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പവേഴ്സും എക്സസൈസ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്. ദീസ് ആർ ദി പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ദാറ്റ് ഈസ് ടു മേക്ക് കോൾസ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് മണി അൺപെയ്ഡ് on their shares and to authorize buyback of securities under section 68 and to borrow money on behalf of the company. Next, to invest the funds of the company, to grant loans and provide guarantee and to approve financial statements and board's report, to diversify the business of the company and to approve amalgamation, merger or reconstruction and to take over a company and any other matter which may be prescribed. However, the following powers are not authorized without the sanction of shareholders. പക്ഷേ ഈ ചില കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി ഇല്ലാതെ ഡയറക്ടേഴ്സിന് ചെയ്യാൻ പറ്റില്ല. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി ഇല്ലാതെ ഡയറക്ടേഴ്സിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഡയറക്ടേഴ്സ് എക്സസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ കൂടിയേ തീരും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ടു ലീസ്
sell or dispose of the whole or part of the undertaking. ബിസിനസ്സിൻ്റെ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ലീസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ വാങ്ങിയിരിക്കണം. കമ്പനിയുടെ ബിസിനസ്സിൻ്റെ മുഴുവൻ ഭാഗമോ അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടോ വിൽക്കുകയോ അല്ലെങ്കിൽ ലീസ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ടു അലോ മോർ ടൈം ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഡെറ്റ് ഡ്യൂ ബൈ ദ ഡയറക്ടർ. അതായത് ഡയറക്ടേഴ്സ് ലയബിൾ ആയിട്ടുള്ള ഒരു ഡെറ്റ് തിരിച്ചടക്കാൻ കൂടുതൽ ടൈം അനുവദിക്കണമെങ്കിലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ ആവശ്യമാണ്. ഡയറക്ടേഴ്സ് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് തിരിച്ചടക്കാൻ കൂടുതൽ ടൈം അനുവദിക്കണം എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ ഡയറക്ടേഴ്സ് വാങ്ങിയിരിക്കണം. നെക്സ്റ്റ്, ടു ബോറോ ഇൻ എക്സസ് ഓഫ് ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദി കമ്പനി. ഇനി കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവിൻ്റെയും എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് കമ്പനിക്ക് ബോറോ ചെയ്യണം എന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ വാങ്ങിയിരിക്കണം. കമ്പനിയുടെ റിസർവ്സിൻ്റെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും എമൗണ്ടിനേക്കാളും കൂടുതൽ ഒരു എമൗണ്ട് കമ്പനിക്ക് ബോറോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം. നെക്സ്റ്റ് തിങ്, ടു ഇൻവെസ്റ്റ് എ മണി റിസീവ്ഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് കോമ്പൻസേഷൻ ബൈ വേ ഓഫ് മെർജർ ഓർ അമാൽഗമേഷൻ. ഇനി മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി എന്തെങ്കിലും കോമ്പൻസേഷൻ മണി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി സാങ്ഷൻ വാങ്ങിയിരിക്കണം. അതായത് മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനി റിസീവ് ചെയ്യുന്ന എമൗണ്ട് ആ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് നേരിട്ട് ചെയ്യാൻ പാടില്ല. ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ വാങ്ങിയിരിക്കണം. ആൻഡ് ടു ഡൊണേറ്റ് ആൻ എമൗണ്ട് എക്സീഡിങ് 5% ഓഫ് ദി ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഫോർ ദി ലാസ്റ്റ് 3 years. ഇനി ലാസ്റ്റ് 3 yearsൻ്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടുതൽ കമ്പനി ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി ഡയറക്ടേഴ്സ് വാങ്ങിയിരിക്കണം. അതായത് ലാസ്റ്റ് 3 yearsൻ്റെ ആവറേജ് പ്രോഫിറ്റിൻ്റെ 5% കൂടുതൽ ഒരു എമൗണ്ട് കമ്പനി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഡൊണേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാങ്ഷൻ വാങ്ങിയിരിക്കണം. ഇതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതിയോടുകൂടി ഡയറക്ടേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതി ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡയറക്ടേഴ്സ് ചെയ്യാൻ പാടില്ല. അതായത് ടു ലീസ് or sell or dispose of the whole or part of the undertaking, and to allow more time for the payment of debt due by the director, and to borrow in excess of the paid up capital and free reserves of the company, to invest money received in respect of compensation by way of merger or amalgamation, and to donate an amount exceeding 5% of the average net profit of the company for the last 3 years. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ദർ ആർ 2 kinds ഓഫ് ഡ്യൂട്ടീസ്, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആൻഡ് ജനറൽ ഡ്യൂട്ടീസ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് പ്രകാരം ഡയറക്ടേഴ്സിന് ബാധ്യത ആയിട്ടുള്ള ഡ്യൂട്ടീസാണ്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ചെയ്യേണ്ട ഡ്യൂട്ടീസാണ്. അത് ഏതൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. First, statutory duty is to verify the truthfulness of the prospectus to be issued by a company. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്ന പ്രോസ്പെക്ടസിൻ്റെ ട്രൂത്ത്ഫുൾനെസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഡയറക്ടറിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. അതായത് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ട്രൂ ആണ്, അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് എത്രത്തോളം ട്രൂത്ത്ഫുൾനെസ് ഉണ്ട് പ്രോസ്പെക്ടസിൽ എന്നുള്ള കാര്യം ഡയറക്ടേഴ്സ് വെരിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി. നെക്സ്റ്റ്, ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇനി കമ്പനിയുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് തീരുമാനിക്കുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. മിനിമം സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുമ്പ്. മിനിമം സബ്സ്ക്രിപ്ഷൻ ഇസ് ദ മിനിമം എമൗണ്ട് റിക്വയർഡ് ബൈ കമ്പനി ഫോർ ഇസ് പ്രിലിമിനറി ഫങ്ഷൻസ്. ഒരു കമ്പനിയുടെ പ്രിലിമിനറി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി ഫങ്ഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ആ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ടിനെയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നിലവിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ 90% പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ 90% ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തിരിക്കണം. അതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യേണ്ട ഒരു കടമ കൂടി ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് ഡ്യൂട്ടി ടു സീ ദാറ്റ് ഷെയർസ് ആർ അലോട്ടഡ് ആഫ്റ്റർ റിസീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എല്ലാ ഷെയർസും കമ്പനി അലോട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഡയറക്ടേഴ്സ് നോക്കണം. അത് ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷെയർസ് എല്ലാം പബ്ലിക്കിന് അലോട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ഡ്യൂട്ടി is to see that the application money received has been deposited in a scheduled bank account. അതായത് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതെല്ലാം കമ്പനിയുടെ ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത എല്ലാ എമൗണ്ടും ഒരു സെപ്പറേറ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി എന്നുള്ള കാര്യം ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തണം. ദാറ്റ് ഈസ് ഓൾസോ ദെയർ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി. നെക്സ്റ്റ് ടു സീ ദാറ്റ് ദ എക്സസ് ആപ്ലിക്കേഷൻ മണി ഈസ് റിട്ടേൺഡ്. ഇനി എക്സസ് ആപ്ലിക്കേഷൻ മണി വന്നിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്തു എന്നുള്ള കാര്യം ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തണം. സാധാരണഗതിയിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ കേസിലൊക്കെയാണ് എക്സസ് ആപ്ലിക്കേഷൻ മണി ഉണ്ടാവാറ്. അപ്പോൾ എക്സസ് ആപ്ലിക്കേഷൻ മണി വന്നിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്തു എന്നുള്ള കാര്യം ഡയറക്ടേഴ്സ് ഉറപ്പുവരുത്തണം. അതും അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പെട്ടതാണ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി is to purchase and pay for their qualification shares within the specified time. ഇനി ഷെയർ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഷെയർസ് അതുപോലെ തന്നെ ആ ക്വാളിഫിക്കേഷൻ ഷെയർസിൻ്റെ മുകളിലെ പേയ്മെൻറ്റും പറഞ്ഞിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ അവർ അടച്ചിരിക്കണം. ക്വാളിഫിക്കേഷൻ ഷെയർസ് വാങ്ങിയിരിക്കണം, അതുപോലെ അതിൻ്റെ മുകളിലുള്ള പേയ്മെൻറ്റ് ആ സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ അവർ അടച്ചിരിക്കണം. അതും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ഡയറക്ടറായി അപ്പോയിൻറ്റഡ് ആവാനുള്ള ഷെയർസാണ് ക്വാളിഫിക്കേഷൻ ഷെയർസ്. ആ ക്വാളിഫിക്കേഷൻ ഷെയർസ് ഡയറക്ടേഴ്സ് വാങ്ങിയിരിക്കണം, അതിൻ്റെ മുകളിലെ എമൗണ്ട് സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ കൊടുത്തിരിക്കണം. അതും അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഇസ് ടു സീ ദാറ്റ് പ്രോപ്പർ അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആർ പ്രിപ്പയർഡ്. ഇനി ഇവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ശരിയായ അക്കൗണ്ട്സ്, പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കമ്പനി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും ഡയറക്ടേഴ്സ് നോക്കണം. അതായത് കമ്പനിയുടെ ശരിയായ അക്കൗണ്ട്സ്, പ്രോപ്പർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന കാര്യവും ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കണം. അതും അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. ആൻഡ് ടു കീപ് ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. കമ്പനിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് കീപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടി ഡയറക്ടറുടേതാണ്. അതായത് ടു കീപ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഈസ് ടു കൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതായത് കമ്പനിക്ക് വേണ്ടിയിട്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആവശ്യമാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങും വിളിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ കൺവീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഡയറക്ടേഴ്സിൻ്റെതാണ്. ടു കൺവീൻ ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഈസ് ടു സെൻഡ് ടു ദ രജിസ്ട്രാർ ദ നോട്ടീസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ഓർ കൺസോളിഡേഷൻ ഓർ ഡിവിഷൻ ഓഫ് ഷെയർസ്. ഇനി കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യേ അല്ലെങ്കിൽ നിലവിലുള്ള ഷെയർസ് കൺസോളിഡേറ്റ് ചെയ്യേ ഡിവൈഡ് ചെയ്യേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടീസ് രജിസ്ട്രാർക്ക് കൊടുക്കുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അതായത് കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയർസ് കൺസോളിഡേഷൻ നടത്തുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പെട്ടതാണ്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഈസ് ടു സെൻഡ് ദ രജിസ്ട്രാർ ദ കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻസ്. ഇനി കമ്പനി മീറ്റിങ്ങിൽ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻസിൻ്റെ കോപ്പിയും രജിസ്ട്രാർസിന് സെൻഡ് ചെയ്യുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതായത് കമ്പനി മീറ്റിങ്ങിൽ
പാസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ റെസൊല്യൂഷൻസും അങ്ങനെ റെസൊല്യൂഷൻസ് എല്ലാം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് റെസൊല്യൂഷൻസിൻ്റെ കോപ്പി അയക്കുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ഡ്യൂട്ടി ഇസ് ടു കീപ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് ഡ്യൂറിങ് ദി വൈൻഡിങ് അപ്പ്. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫെയർസ് കമ്പനി പ്രിപ്പയർ ചെയ്യണം. ഇത് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. കമ്പനി പിരിച്ചുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഫെയർസ് പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഫെയർസ് കീപ്പ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളതും ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പെട്ടതാണ്. ഇതൊക്കെയാണ് ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. That is to verify the truthfulness of the prospectus to be issued by the company, to determine the amount of minimum subscription, and to see that shares are allotted after receiving the minimum subscription, to see that the application money received has been deposited in a scheduled bank account, and to see that the excess application money is returned to purchase and pay for their qualification shares within the stipulated time, and to see that proper accounts are kept and profit and loss account and balance sheet are prepared by the company, to keep register of members, to convene annual general meeting and extraordinary general meeting, to send to the registrar the notice of conversion of shares into stock or consolidation or division of shares, to send to the registrar the copies of resolutions also, and to keep the statement of affairs during the winding up. Next, general duties of directors. ഇനി ഡയറക്ടേഴ്സിൻ്റെ ജനറൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ജനറൽ ഡ്യൂട്ടി, ദേ മസ്റ്റ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ടു പ്രൊമോട്ട് ദ ഒബ്ജക്റ്റ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒബ്ജക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഡയറക്ടേഴ്സ് വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിക്കണം. അതായത് കമ്പനിയുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പരമാവധി വിശ്വാസ്യതയോട് കൂടിയിട്ട് ഡയറക്ടേഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. നെക്സ്റ്റ്, ഡയറക്ടർ ഷാൾ എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് വിത്ത് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ. ഡയറക്ടേഴ്സ് അവരുടെ എല്ലാ ഡ്യൂട്ടീസും മതിയായ ശ്രദ്ധയോടുകൂടിയും കഴിവോടും എല്ലാ സ്കില്ലും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യണം. അതായത് ഡയറക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് എല്ലാം മതിയായ ശ്രദ്ധയോടുകൂടിയും സ്കില്ലോടുകൂടിയും ചെയ്യണം. ഒരു അലംഭാവവും അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നതിൽ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ്, ഡയറക്ടർ ഷാൽ നോട്ട് ഇൻവോൾവ് ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് കോൺഫ്ലിക്ട്സ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. ഇനി കമ്പനിയുടെ ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഡയറക്ടേഴ്സ് ഇടപെടാൻ പാടില്ല. കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലും ഒരു കാര്യങ്ങളിലും ഡയറക്ടേഴ്സ് ഇൻവോൾവ് ആവാൻ പാടില്ല. Director shall not achieve any undue gain or advantage to himself or his relatives or for his partners. അതായത് ഡയറക്ടേഴ്സ് അദ്ദേഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ്സിന് വേണ്ടിയോ പാർട്ട്നേഴ്സിന് വേണ്ടിയോ കമ്പനീനെ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു രീതിയിലുള്ള ന്യായമല്ലാത്ത തെറ്റായ രീതിയിലുള്ള ഗെയിനും അച്ചീവ് ചെയ്യാൻ പാടില്ല. ഡയറക്ടേഴ്സ് സ്വന്തത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടോ പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടോ കമ്പനി മൂലം യാതൊരു രീതിയിലുള്ള അന്യായമായിട്ടുള്ള തെറ്റായ രീതിയിലുള്ള ഒരു നേട്ടങ്ങളും അച്ചീവ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഇഫ് ദ ഡയറക്ടർ ഓഫ് എ കമ്പനി കോൺട്രവീൻസ് ദ പ്രൊവിഷൻസ് ഓഫ് ദി സെഷൻസ് സച്ച് ഡയറക്ടർ ഷാൽ ബി പണിഷബിൾ വിത്ത് എ ഫൈൻ. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ടർ കമ്പനീസ് ആക്ടിൻ്റെ ഈ പ്രൊവിഷൻസ് എല്ലാം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ടർ ഒരു ഫൈൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ ഫൈൻ കൊണ്ട് പണിഷബിൾ ആയിരിക്കും. ദാറ്റ് ഫൈൻ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1 lakh ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5 lakh. ആ ഫൈൻ 1,00,000 രൂപയിൽ കുറയാൻ പാടില്ല. ബട്ട് ആ ഫൈൻ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം വരെ ആവാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഫൈൻ അടക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു ഡയറക്ടർ ഈ കമ്പനീസ് ആക്ടിലെ ഈ പ്രൊവിഷൻസും സെഷൻസും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാലിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഫൈൻ കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഇവരുടെ ജനറൽ ഡ്യൂട്ടീസ്. That is, director should act in good faith to promote the object of the company. Director shall exercise his duties with reasonable care and skill. Director shall not involve in a situation that conflicts with the interest of the company. Director shall not achieve any undue gain or advantage to himself or his relatives or for his partners.
If the director of a company contravenes the provisions of these sections, such director shall be punishable with a fine which shall not be less than rupees 1 lakh, but which may extend to 5 lakh rupees. Thank you.